നമസ്കാരം. പാർട്ടിയും മുഖ്യമന്ത്രിയും കൈവിട്ടതോടെ പി അൻവർ നിയമസഭയിൽ നിന്നും പടിയിറങ്ങാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തുടർച്ചയായ ആരോപണങ്ങളിലൂടെ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിയ അൻവർ എം സ്ഥാനം രാജിവെക്കുമെന്ന് തന്നെയാണ് അൻവറിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. മാത്രമല്ല, നിലമ്പൂരിൽ വനം വകുപ്പിന്റെ കെട്ടിടത്തിന്റെയും സംരക്ഷണ വേദിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ ഇത് സംബന്ധിച്ച സൂചന അൻവറും നൽകി. ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നതിനിടയിലാണ് അൻവർ രാജിസൂചന നൽകിയത്. എന്താണെന്നറിയാമോ? ഉദ്യോഗസ്ഥർക്ക് സൗകര്യം വേണമെന്നതിൽ തർക്കമില്ല, എന്നാൽ അത് ആഡംബരമാകരുത്. റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ പഴയത് റെസ്റ്റ് റൂം ആക്കാം. വീണ്ടും ഒരു കെട്ടിടം പണിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആനശല്യത്തെക്കുറിച്ച് പരാതി പറയാൻ പോയ ആളോട് ഫോറസ്റ്റ് ഓഫീസർ 10 ലക്ഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഇവിടെയും നടക്കും. ഞാനിത് ഇപ്പോൾ പറയുന്നത് മന്ത്രി ഉള്ളത് കൊണ്ടാണ്. സാധാരണ നിയമസഭയിലാണ് പറയാറുള്ളത്. എന്നാൽ ഇനി നിയമസഭയിൽ പറയാൻ കഴിയുമോ എന്നറിയില്ല. പറയാനുള്ളതെല്ലാം മുൻകൂറായി പറഞ്ഞ് പോവുകയാണ്. വനം ഉദ്യോഗസ്ഥരുടെ രീതി ശരിയല്ലെന്നായിരുന്നു ചടങ്ങിൽ അൻവർ പറഞ്ഞത്. CPM-ലുള്ള വിശ്വാസം 1000% നഷ്ടപ്പെട്ടുവെന്നും അൻവർ പിന്നീട് പറഞ്ഞു. ഉന്നയിച്ച ആരോപണങ്ങളിൽ അൻവറിനെ തന്നെ പ്രതിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ കീഴടങ്ങിയിരുന്നു. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു എല്ലാം ബാക്കിയുള്ളതും കൂടി തുറന്നു പറയുകയും പാർട്ടിക്ക് കീഴടങ്ങുകയും ചെയ്തത്. എന്നാൽ അത്തരമൊരു പരിശോധന നടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങളാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. അതിൻ്റെ ഗതി എന്താണെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായി. പറയാനുള്ളതെല്ലാം പറയുമെന്നും അൻവർ വ്യക്തമാക്കി. ഇപ്പോൾ മനസ്സിലായില്ലേ അൻവർ ഏത് വഴിക്കാണ് പോകുന്നത്? അൻവർ തീർത്തും നിരാശയിലാണ്. നിയമസഭാ അംഗത്വം രാജിവെക്കുമെന്ന തരത്തിൽ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു. ഈ രാജി CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ രാജിവെക്കുന്നത് വ്യക്തമായ പിന്തുണ മറുഭാഗത്തു നിന്നും കിട്ടിയത് കൊണ്ടായിരിക്കും. അല്ലാതെ ആരും രാജിവെക്കില്ലല്ലോ. പഴയ തറവാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഓഫർ KPCC പ്രസിഡന്റ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാ. പരസ്യമായിട്ടാണ് സുധാകരൻ പറഞ്ഞത് അൻവറിന് തെറ്റിദ്ധരുത്തി മടങ്ങി വരാമെന്ന്. അത് ആലോചിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാൻ. ശുഭവാർത്തകൾ കിട്ടും, കിട്ടാതിരിക്കില്ല.